ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ദേവദൂതൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമ കൃത്യം ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ട് 8ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം കുറച്ച് ആളുകൾ വരും, അതിനുശേഷം സിനിമ വീഴും. ആദ്യ 3 ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ആളുകൾ വരും, 7 ദിവസങ്ങളോടെ സിനിമ വീഴും എന്നൊക്കെ കരുതിയവരെ പൂർണ്ണമായിട്ടും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് ദേവദൂതന്റെ റിലീസ് മാറിയിരിക്കുന്നുവെന്ന് നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ. സിനിമ വീണ്ടും കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ വ്യാഴാഴ്ച ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. 7 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് 2,20 ലക്ഷമാണെങ്കിൽ ഇന്നും ഏകദേശം 15 ലക്ഷം 20 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ വരുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ ഇന്നത്തോടെ 2,40 ലക്ഷം കേരളത്തിൽ കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് 2,75 ലക്ഷം 3 കോടി റേഞ്ചിലേക്കും എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മാജിക്കൽ സിനിമ കൂടിയായ ദേവദൂതൻ തിയേറ്ററുകളിലെ മാജിക് കാണിച്ചു തരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച പുതിയ സിനിമകൾ, മലയാളം സിനിമകൾ പ്ലാൻ ചെയ്തതെല്ലാം തന്നെ റിലീസ് മാറ്റിയതോടെ ദേവദൂതൻ എന്ന സിനിമയ്ക്കത് അനുഗ്രഹമായി മാറിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ചിത്രം കൂടുതൽ സ്ക്രീനുകളിൽ ആടാക്കിയിരിക്കുകയാണ്. ഒപ്പം അടുത്തയാഴ്ച ഓഗസ്റ്റ് 9-ാം തീയതി സിനിമ GCCക്ക് പുറത്തുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ കൂടി റിലീസ് ചെയ്യുന്നു എന്നതാണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 2,50 ലക്ഷം സിനിമ കളക്ഷൻ കടക്കുന്നതോടെ സിനിമയുടെ കേരള ഷെയർ 1 കോടിയിലേക്ക് എത്തുകയാണ്. ആ 1 കോടി സിയാദ് കോക്കർ എന്ന സിനിമയുടെ നിർമ്മാതാവിന് ലഭ്യമാകുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റിലീസിൽ വലിയ രീതിയിൽ വിജയം നേടിയെടുക്കുന്ന സിനിമകളിൽ ഒന്നായിട്ട് ദേവദൂതൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.